ഈ അവധിക്കാലത്ത് ദുബായിലേക്ക് പറക്കുന്ന വിമാനയാത്രികർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസ സൗകര്യം. ജൂലൈ 1 മുതൽ 21 വരെ എമിറേറ്റ്സിൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് ഈ ഓഫർ ലഭ്യമാകുക. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ദുബായ് JW മാരിയറ്റ് മാർക്കിസ് ഹോട്ടലിൽ 2 രാത്രി താമസിക്കാം. ഇക്കോണമി ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് 1 രാത്രി താമസവുമാണ് എമിറേറ്റ്സ് ഓഫർ ചെയ്യുന്നത്. UAE 2023-24 വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസുകളിൽ ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിനന്ദിച്ചു. ഉയർന്ന റാങ്ക് നേടിയ 8 വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളെയുമാണ് ഷെയ്ഖ് മുഹമ്മദ് അഭിനന്ദിച്ചത്. അബുദാബിയിലെ ആദ്യത്തെ വനിതാ പോലീസ് ഓഫീസർ ഇനി ഇന്ത്യപോളിൽ പ്രവർത്തിക്കും. ക്യാപ്റ്റൻ ഹജർ റാഷിദ് അൽ നൈമിയാണ് ഇന്ത്യപോളിൽ പ്രവർത്തിക്കാനൊരുങ്ങുന്നത്. ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ വിദഗ്ധയാണ് ഹജർ റാഷിദ് അൽ നൈമി. ഷാർജയിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നടപ്പാക്കുന്നു. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഷാർജ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഫ്രീ സോൺ എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നത്. ഒമാനിൽ ബാത്തിന തീരദേശ റോഡ് പദ്ധതി ആദ്യഘട്ട നിർമ്മാണം ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പുനരാരംഭിച്ചു. മൊത്തം 30 കിലോമീറ്ററിൽ വരുന്ന ഭാഗങ്ങളായിരിക്കും പൂർത്തീകരിക്കുക. പദ്ധതിയുടെ ആദ്യ ഭാഗങ്ങളിൽ 22 കിലോമീറ്ററും രണ്ടാം ഭാഗത്തിൽ 8 കിലോമീറ്ററുമാണ് വരുന്നത്. മസ്കത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ നിർത്തി. ഹൈദരാബാദ്, ചെന്നൈ, ബംഗളൂരു, മുംബൈ, ഡൽഹി എന്നീ സെക്ടറുകളിലേക്കാണ് മസ്കത്തിൽ നിന്ന് എയർ ഇന്ത്യ സർവീസ് ഉണ്ടായിരുന്നത്. ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുത്ത ശേഷം ഹൈദരാബാദ് സർവീസാണ് ആദ്യം നിർത്തിയത്. സൗദിയിൽ പൊതുമാപ്പ് അവസാനിച്ച ഇന്ന് നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനയിൽ 13,400 പേർ അറസ്റ്റിലായി. നേരത്തെ പിടിയിലായ 8,000 പേരെ നാട് കടത്തിയിരുന്നു. നിയമലംഘകർക്ക് അഭയം നൽകുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഹിന്ദുക്കളുടെ പേരിൽ രാജ്യത്തെ വിദ്വേഷവും നുണയും പ്രചരിപ്പിക്കുന്ന BJPയും മോദിയും ഹിന്ദുക്കളല്ലെന്നും യഥാർത്ഥ ഹിന്ദുക്കൾ ഇതൊന്നും ചെയ്യാറില്ലെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം ഹിന്ദുക്കളെ കുറ്റപ്പെടുത്തിയെന്ന പേരിൽ രാഹുലിന്റെ പ്രസംഗത്തെ മോദി വളച്ചൊടിക്കാൻ നോക്കിയെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ രാഹുൽ ശക്തമായ മറുപടി നൽകി. താൻ ഹിന്ദുക്കളെയല്ല നരേന്ദ്രമോദിയെയും BJPയുമാണ് വിമർശിച്ചതെന്നും ഹിന്ദുവെന്നാൽ മോദിയല്ലെന്നും രാഹുൽ തിരിച്ചടിച്ചു.